ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ ഡാനിഷ് സലീം. നമ്മളിന്ന് സംസാരിക്കുന്നത് വളരെ കോമൺ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്, കൂർക്കം വലിയെക്കുറിച്ചാണ്. കൂർക്കം വലി പല ആളുകളും മെസ്സേജ് അയക്കാറുള്ള കാര്യമാണ്. കൂർക്കം വലി മാറ്റാനായിട്ട് എന്ത് ചെയ്യാം, എപ്പോഴാണ് കൂർക്കം വലി ഒരു അപകട സൂചനയായിട്ട് വരുന്നത്, അതുപോലെ തന്നെ കൂർക്കം വലിയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ്. കൂർക്കം വലിക്കാത്തവരായി ഇല്ലെന്ന് തന്നെ പറയാം. ഏകദേശം 50% കൂടുതൽ ആളുകളാണ് കൂർക്കം വലിക്കുന്നത്. പലപ്പോഴും പല ആളുകളും അറിയില്ല എന്ന് തന്നെ പറയാം. കൂർക്കം വലിക്കുന്നത് മറ്റുള്ളവർ അറിയില്ല, കാരണം സ്വന്തമായി അറിയില്ല, കൂടെ കിടക്കുന്ന ആളുകൾക്കായിരിക്കും അറിയാവുന്നത്. പിന്നെ ഇതൊരു നിസ്സാരമായ കാര്യം തന്നെയാണ് മിക്കവാറും. പക്ഷേ ചില രാജ്യങ്ങളിലൊക്കെ ഇത് കാരണം വിവാഹമോചനം തന്നെ നടക്കുന്ന സ്ഥലങ്ങൾ വരെ ഉണ്ട്. അത്രമാത്രം ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടൊരു കാര്യം തന്നെയാണ് കൂർക്കം വലി. എപ്പോഴാണ് ഈ കൂർക്കം വലി ഉണ്ടാകുന്നത്? പ്രത്യേകിച്ച് നമ്മുടെ തൊണ്ടയുടെ ഭാഗത്ത് ഫാറ്റ് കൂടുതൽ ഡെപ്പോസിഷൻ ഉണ്ടാകുന്ന സമയത്തോ അല്ലെങ്കിൽ കൂടുതൽ വണ്ണം ഉണ്ടാകുന്ന സമയത്തോ പല കാരണങ്ങളുണ്ട്. അതിനകത്ത് ഏറ്റവും കോമൺ ആയിട്ടുള്ള 2 കാരണമാണ് ഞാൻ പറഞ്ഞത്. അതുകൂടാതെ നമ്മുടെ മൂക്കിൻ്റെ അകത്ത് പോളിപ്പ് എന്തെങ്കിലും ദശ വളർന്നിട്ടുണ്ടെങ്കിൽ വരാം. അതുപോലെ തന്നെ കൊച്ചുകുട്ടികൾക്കൊക്കെ അഡിനോയിഡ് വലുതായിട്ടുണ്ടെങ്കിൽ വരാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടായിട്ടാണ് ഇതിനകത്തൂടെ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഈ എയർ ഈ ഒരു പാസേജിലൂടെ പോകുമ്പോൾ, പ്രത്യേകിച്ച് നാക്കിലും അതുപോലെ നമ്മുടെ ട്രക്കിയിലൊക്കെ പാസ് ചെയ്യുന്ന സമയത്ത് വളരെ നാരോ ആയിട്ടുള്ള ഏരിയ കൂടെ പോകുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ടാണ് കൂർക്കം വലി എന്ന് പറയുന്നത്. അപ്പോൾ കൂർക്കം വലിയുടെ കാരണങ്ങൾ, നമ്മൾ ആദ്യത്തെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊണ്ണത്തടിയാണ്. അമിതമായ വണ്ണം കാരണമാണ് ഏറ്റവും കൂടുതൽ ഈ കൂർക്കം വലി കൂടാനുള്ള കാരണം. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കഴുത്തിന് ചുറ്റും ഫാറ്റ് കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാലും കൂർക്കം വലി ഉണ്ടാവും. മൂന്നാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അമിതമായ മദ്യപാനം, സ്ഥിരമായി മദ്യപിക്കുന്നവരിലും ഇങ്ങനെ പ്രത്യേകിച്ചും രാത്രി ഒത്തിരി മദ്യം കഴിച്ചിട്ട് കിടക്കുന്നവരിലും ഇത്തരത്തിൽ കൂർക്കം വലി ഉണ്ടാവാം. ഈ ഉറങ്ങാൻ വേണ്ടി വളരെ ഹൈ ഡോസിൽ മരുന്ന് കഴിച്ച് കിടക്കുമ്പോഴും ഇത്തരത്തിൽ കൂർക്കം വലി വരാം. പിന്നെ വരുന്നത് അലർജി കാരണം വരാം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ജലദോഷം കാരണം അലർജി സ്ഥിരമായി നിൽക്കുന്നവരിലും വരാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂക്കിൽ ദശ വളരുന്നുണ്ട്, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഈ ടോൺസിൽ ടോൺസിലും അഡിനോടൊക്കെ പോലുള്ള ദശ പോലെ വളർന്നു നിന്ന് ബ്ലോക്ക് ഉണ്ടാകുന്ന സമയത്തും ഈ കൂർക്കം വലി വരാം. അപ്പോൾ കൂർക്കം വലി എപ്പോഴാണ് അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ കൂർക്കം വലിക്കുമ്പോൾ കുഴപ്പമില്ല. പക്ഷേ കൂർക്കം വലിക്കുന്നതോടൊപ്പം തന്നെ കുറച്ച് നേരം നമുക്ക് ശ്വാസം എടുക്കാതെ പറ്റാതെ വരുന്ന അവസ്ഥയുണ്ട്. ഇതിനെ നമ്മൾ വിളിക്കുന്നത് സ്ലീപ്പ് അപ്നിയ എന്നാണ്. അതായത് ഉറങ്ങുന്ന സമയത്ത് നമുക്ക് ശ്വാസം കിട്ടാതെ വരിക, അതാണ് അപ്നിയ എന്നുള്ള വാക്കിനർത്ഥം. അപ്പം അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ നമുക്കതൊരു ഡേഞ്ചറസ് സിറ്റുവേഷനാണ് സ്ലീപ്പ് അപ്നിയ. അപ്പം സ്ലീപ്പ് അപ്നിയ എങ്ങനെ നമുക്ക് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാം? നമ്മളൊരു 10 സെക്കൻഡിൽ കൂടുതൽ നമ്മൾ ഇത്തരത്തിൽ കൂർക്കം വലിക്കുന്ന സമയത്ത് ശ്വാസം എടുക്കാതെ ഒരു ടൈം പീരീഡ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ സ്ലീപ്പ് അപ്നിയ എന്ന് പറയും. പല ആളുകൾക്കും ഈ ഒരു അസുഖം അറിയില്ല. അപ്പം ഇതിൻ്റെ ലക്ഷണങ്ങൾ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കും, ഒരു ദീർഘശ്വാസം എടുത്തതിന് ശേഷം വീണ്ടും നമ്മളെ ഒന്ന് ചെറുതായിട്ടൊന്ന് എഴുന്നേക്കും, ഒരു ദീർഘശ്വാസം എടുത്തതിന് ശേഷം വീണ്ടും ഉറങ്ങും. അങ്ങനെ ഒരു പ്രാവശ്യം ഉറങ്ങുമ്പോൾ തന്നെ മിനിമം 10 പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ചെറിയ ഒരു ഉണർന്നതിന് ശേഷം വീണ്ടും ഉറങ്ങുന്ന രീതിയിൽ 10 പ്രാവശ്യമെങ്കിലും ഒരു ദിവസം വരുന്നുണ്ടെങ്കിൽ അത് സ്ലീപ്പ് അപ്നിയയുടെ തുടക്കമാണ്. സാധാരണ സ്ലീപ്പ് അപ്നിയ വരുന്നവർക്ക് 60 പ്രാവശ്യമൊക്കെയാണ് ഒരു പ്രാവശ്യം, അതായത് ഒരു പ്രാവശ്യം ഉറങ്ങുമ്പോൾ 60 വട്ടമൊക്കെയാണ് ഇങ്ങനെ എഴുന്നേക്കുന്നത്. പലതും നമ്മൾ അറിയില്ല, എഴുന്നേക്കും, ഒരു ദീർഘശ്വാസം എടുക്കും, വീണ്ടും ഉറങ്ങും. ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ, നമുക്ക് സ്ലീപ്പ് ക്വാളിറ്റി കാണില്ല. നമുക്ക് പിറ്റേ ദിവസം എഴുന്നേൽക്കുമ്പോൾ ക്ഷീണം കാണും. അതുപോലെ തന്നെ പിറ്റേ ദിവസം നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത് തലവേദന ഉണ്ടാവും, ഉറങ്ങിയിട്ടില്ലാത്ത പോലെ തോന്നാവും, ഉന്മേഷക്കുറവ്, പിന്നെ തലവേദന നിൽക്കാം, എനർജി കുറവുണ്ടാവും. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ രക്തസമ്മർദ്ദം ഉണ്ടാവും. നമ്മളത് അത്രയും ലൈറ്റായിട്ട് എടുക്കേണ്ട അസുഖമല്ല, കാരണം അത് ഒത്തിരി നാൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഉറങ്ങാതിരുന്ന് കഴിഞ്ഞാൽ രക്തസമ്മർദ്ദം ഉണ്ടാവാം, പ്രമേഹം ഉണ്ടാവാം, ഹാർട്ട് ഡിസീസ് ഉണ്ടാവാം, സ്ട്രോക്ക് ഉണ്ടാവും. ഇത് നിങ്ങൾ നോക്കിയാൽ മതി. ആക്ച്വലി ഈ സ്ലീപ്പ് അപ്നിയ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്ന ആളുകളിൽ ഇത്തരം അസുഖങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ തടയാം എന്നുള്ളത് വ്യക്തമായി അറിഞ്ഞിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒരു 10 സെക്കൻഡിൽ കൂടുതൽ നമ്മൾ എടുക്കാതെ, ഉറക്കത്തിനിടയ്ക്ക് എടുക്കാതെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് നെട്ടി എണീറ്റ് ഒരു ദീർഘശ്വാസം എടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഉറക്കത്തിലോട്ട് പോകുമ്പോഴാണ് സ്ലീപ്പ് അപ്നിയ ഉണ്ടാകുന്നത്. അപ്പോൾ സ്ലീപ്പ് അപ്നിയ നമുക്ക് മാറ്റാനായിട്ട് എളുപ്പമുള്ള മാർഗം എന്ന് പറയുമ്പോൾ, ഒന്ന്, നമ്മൾ കുറച്ച് പൊങ്ങിക്കിടക്കുക. അതായത് നമ്മൾ സാധാരണ ഇങ്ങനെയാണ് കിടക്കുന്നതെങ്കിൽ കുറച്ചൊന്ന് തല ഉയർത്തി കിടക്കുക. ഇതാണ് ആദ്യത്തെ ഒരു മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ലെഫ്റ്റ് സൈഡിലോട്ടോ റൈറ്റ് സൈഡിലോട്ടോ ചരിഞ്ഞ് കിടക്കുക. ചരിഞ്ഞ് കിടക്കുന്ന സമയത്ത് ഈ എയർവേ കുറച്ചുകൂടെ സ്ട്രെയിറ്റ് ആയിരിക്കും. അപ്പം ഈ ഒരു സ്ലീപ്പ് അപ്നിയ തടയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന രണ്ടാമത്തെ കാര്യമാണ്. മൂന്നാമത്തത് കാരണത്തിന് ട്രീറ്റ് ചെയ്യുക. ഇപ്പം ചിലപ്പോൾ അത് അലർജി കൊണ്ടാണെങ്കിൽ അലർജിയെ ട്രീറ്റ് ചെയ്യുക. മൂക്കിൽ ദശ വളർന്നിട്ടുണ്ടെങ്കിൽ ആ ദശയ്ക്കുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ചിലപ്പോൾ മൂക്കിൽ വളവ് കാണും, അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. കുട്ടികൾക്കാണെങ്കിൽ ടോൺസിലോ അഡിനോയിഡ് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അപ്പോൾ ആ കാരണത്തിന് ട്രീറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഇനി മിക്ക കാരണവും ഞാൻ പറഞ്ഞു പൊണ്ണത്തടിയാണ്. അപ്പോൾ പൊണ്ണത്തടി കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പം സാധാരണ ഒരു 80 കിലോ ഉള്ള ഒരു വ്യക്തിക്ക് ചിലപ്പോൾ കൂർക്കം വലിയോ സ്ലീപ്പ് അപ്നിയോ ഇല്ലായിരുന്നു. പെട്ടെന്ന് ഒരു 95 കിലോ അദ്ദേഹത്തിനായാൽ ആ 95-ൽ നിന്ന് 80 എപ്പോഴാണോ പുള്ളി ആകുന്നത് അപ്പോൾ ഈ സ്ലീപ്പ് അപ്നിയ മാറുന്നതായിട്ട്, ഒരു മരുന്ന് പോലും ഇല്ലാതെ മാറുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പം വണ്ണം കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. കഴുത്തിന് ചുറ്റുമുള്ള വണ്ണം കുറയ്ക്കണമെങ്കിൽ നമ്മൾ സാധാരണ
ഒരു 20 മിനിറ്റാണ് സാധാരണ വ്യായാമം ചെയ്യുന്നത്. അതിന് പകരം 30 മിനിറ്റ് എല്ലാ ദിവസവും നല്ല സ്പീഡിൽ നടക്കുകയും നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ കാലറി എമൗണ്ട് കുറയ്ക്കുകയും ചെയ്യുക. പിന്നെ തൈറോയ്ഡ് ചെക്ക് ചെയ്യുക. ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടെങ്കിലും പെട്ടെന്ന് വണ്ണം നമുക്ക് വെക്കാം. ഇപ്പോൾ തൈറോയ്ഡ് ചെക്ക് ചെയ്തിട്ട് തൈറോയ്ഡ് നോർമൽ ആണോ എന്നുള്ളതും കൂടെ ഉറപ്പുവരുത്തണം. പിന്നെ നമുക്ക് CPAP എന്നുള്ളൊരു മെഷീൻ ഉണ്ട്. കണ്ടിന്യൂസ് പോസിറ്റീവ് എയർവേ പ്രഷർ എന്നുള്ളൊരു മെഷീനാണ്. അതായത് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ഇത്തരത്തിലുള്ള ആ ഭാഗങ്ങൾ അടയാതിരിക്കാൻ ഒരു ചെറിയൊരു മെഷീൻ ഇങ്ങനെ മൂക്കി വെച്ചതിന് ശേഷം കിടന്നുറങ്ങുന്നതാണ്. ഇപ്പം അത് വളരെ ചെറുതും അവൈലബിൾ ആണ്. മൂക്കി മാത്രം വെക്കുന്ന മെഷീനുണ്ട്. പണ്ടൊക്കെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് മുഖം മൊത്തം വെക്കുന്ന മെഷീനായിരുന്നു. ഇപ്പോൾ അത് ചെറുതായി മൂക്കിൽ മാത്രം കണക്ട് ചെയ്യുന്ന മെഷീനുണ്ട്. കണ്ടിന്യൂസ് പോസിറ്റീവ് എയർവേ പ്രഷർ എന്നുള്ളതാണ് അതിൻ്റെ ഒരു പേര്. അത് കണ്ടിന്യൂസ് ആയിട്ട് പ്രഷർ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു പ്രഷർ ഒരു 5 മില്ലിമീറ്റർ മെർക്കുറി പ്രഷർ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുന്ന കാരണം നമ്മുടെ ആ ഒരു ഭാഗം അടയാതെ നിൽക്കും. അപ്പോൾ അത് കാരണം കംഫർട്ടായിട്ട് ഉറങ്ങാൻ പറ്റും. സ്ലീപ്പ് അപ്നിയ പല മാർഗം ചെയ്തിട്ടും കുറയുന്നില്ല. പൊണ്ണത്തടി കുറയ്ക്കാൻ പറ്റാത്തവർക്ക് ഇത്തരത്തിൽ ഉറങ്ങാൻ പറ്റുന്നില്ല, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ചെയ്തു നോക്കാം. ഇതെങ്ങനെ നമുക്ക് കൺഫേം ചെയ്യാം? നിങ്ങൾക്ക് സ്ലീപ്പ് സ്റ്റഡി എന്നുള്ള ടെക്നിക്ക് ഉണ്ട്. അത് നമുക്ക് ECG പോലെ കുറച്ച് ലീഡ്സ് ഒക്കെ വെച്ചതിന് ശേഷം നമുക്ക് ഒരു ദിവസം നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് ഇത് കണക്ട് ചെയ്ത് വെച്ച് ചെക്ക് ചെയ്യുന്നതാണ്. നമ്മുടെ ഓക്സിജൻ ലെവൽ കുറയുന്നുണ്ടോ, നമുക്ക് ഇത്തരത്തിൽ സ്ലീപ്പ് അപ്നിയ ഉറങ്ങുന്ന സമയത്ത് ഓക്സിജൻ എടുക്കാത്തൊരു അവസ്ഥ വരുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നതാണ് സ്ലീപ്പ് അപ്നിയ ടെസ്റ്റ്. അപ്പോൾ ഈ രീതിയിലൊക്കെ ചെയ്യാം. ഇതൊന്നും മാറിയില്ലെങ്കിൽ നമുക്ക് സർജറീസ് അവൈലബിൾ ആണ്. ഇത് കുറയ്ക്കാൻ വേണ്ടിയും പ്രത്യേകിച്ചും കഴുത്തിൽ ആ ഒരു ട്രീറ്റ്മെന്റ് എടുത്ത് ഈ സ്ലീപ്പ് അപ്നിയ പൂർണ്ണമായി മാറ്റാൻ പറ്റും. അപ്പം ഞാൻ ഇന്ന് സംസാരിച്ചത് കൂർക്കം വലി കാരണങ്ങൾ, എന്തൊക്കെ അപകട സൂചനകളുണ്ട്, കാരണങ്ങൾ എന്തൊക്കെയാണ്, ഇത് എങ്ങനെ മാറ്റാം എന്നുള്ളതും വ്യക്തമായി പറഞ്ഞു തന്നു. ഇത് മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം പല ആളുകളും ഈ ഒരു സംശയം സ്ഥിരമായി ചോദിക്കാറുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക്ക് ചെയ്തത്. മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ എവരിവൺ.